1201 ആണ്ട് മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇത്രയും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ഇതുവരെ മന്ദിപ്പിൽ കിടന്ന ഭൂമി വ്യാപാരം ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ക്രമേണ അത് ഉണർന്ന് അത് നല്ലൊരു രീതിയിലേക്ക് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യാപാരത്തിൽ ഉള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ ബാങ്കർ ബിസിനസ്സുകൾ, അതായത് ഫൈനാൻസ് ആയിട്ട് നിൽക്കുന്നവരും, അതായത് വണ്ടിക്ക് ഫൈനാൻസ് കൊടുക്കുന്നവരായിരുന്നാലും അല്ലാണ്ടുള്ള പ്രൈവറ്റ് ഫൈനാൻസുകൾ എല്ലാം തന്നെയും അവർക്ക് നല്ലൊരു ബിസിനസ് ഇനി നടക്കാൻ പോവുകയാണ്. കാര്യം റിയൽ എസ്റ്റേറ്റ് ഉണരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലും നല്ല ബിസിനസ് നടക്കാം, ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഔഷധ നിർമ്മാണത്തിലുള്ളവർക്ക്, അതിൻ്റെ വിതരണക്കാർക്കുമൊക്കെ നല്ല രീതിയിൽ അത് ലാഭം കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായം, സിമൻറ്റ്, ഇതൊക്കെ ഇനി ധാരാളമായിട്ട് ചെലവ് വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അവർക്കും നല്ല ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ നിർമ്മിക്കുന്നവർക്കും അതിൻ്റെ ആഭരണങ്ങൾ വിറ്റ് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്കും നല്ല ലാഭം ഉണ്ടാക്കാം. ഇത് 12 രാശികളിലും ഉള്ള ഗുണഫലങ്ങളാണ്. ഈ പറഞ്ഞ തൊഴിലുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ, അതിന് മുമ്പ് ഈ തൊഴിൽ തന്നെ ചെയ്തവരാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നവർക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിലവിലുള്ളവർക്ക് പല ബ്രാഞ്ചുകളും തുടങ്ങാനായിട്ടുമുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അതുപോലെ ജാതകത്തിൽ ജനിച്ചപ്പോൾ തന്നെ താഴെ പറയുന്ന യോഗങ്ങൾ അല്ലെങ്കിൽ ഗ്രഹസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഭാവാധിപ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ ഇലക്ഷന് തീർച്ചയായിട്ടും ജയിക്കാനും മന്ത്രിയാവാനൊക്കെ സാധിക്കും. ആദിയോഗം, നീചഭംഗ രാജയോഗം, പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണസാരഥ്യ യോഗം എന്നിവ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കുകയും അവർക്ക് ഇലക്ഷൻ നിന്നാൽ അവർ ജയിക്കുകയും അവർക്ക് ഭരണ ചുമതല വഹിക്കാനായിട്ട് ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അതുപോലെ ശനീശ്വരൻ തുലാം, കുംഭം, മീനം എന്നീ രാശികളിൽ നിന്നാലും ഇലക്ഷന് ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഗുരു ധനുരാശിയിലോ ഗുരുവും ശനീശ്വരനും കൂടി നിന്നാലോ രാഹു 9ാം ഭാവത്തിൽ നിന്നാലോ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സൂര്യൻ 3, 11, ചന്ദ്രൻ 11, രാഹു 9 എന്നീ രാശികളിൽ നിന്നാലും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും. 1ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 9ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 9ാം ഭാവാധിപൻ 10ാം ഭാവത്തിലോ 11ാം ഭാവാധിപൻ 5ാം ഭാവത്തിലോ നിന്നാലും ഇലക്ഷന് ജയിക്കുകയും മന്ത്രിയാവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. പഞ്ചപുരുഷ മഹായോഗം ഉണ്ടായാൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഇപ്പം 10ാം ക്ലാസ്സൊക്കെ കഴിയാൻ പോകുന്ന, പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് തൊഴിൽ പ്രശ്നങ്ങളെന്ന് പറയും. അതായത് നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകത്തിൽ ഇന്ന തൊഴിലുകൾ നമ്മൾ ചെയ്യണം, ആ തൊഴിൽ നമുക്ക് ലഭ്യമാകണമെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ നേടിയിരിക്കണം, പിന്നെ കൈത്തൊഴിലുകൾ ഇന്നത് പഠിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് ജാതകം പരിശോധിച്ചാൽ അറിയാം. അതിൽ എഴുതിയിട്ടുണ്ട്, അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ജാതകം പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ ഏത് തൊഴിലാണ് എഴുതിയിരിക്കുന്നത്, എന്ത് വിദ്യാഭ്യാസം വേണം, കൈത്തൊഴിലെന്ന് മനസ്സിലാക്കുക. കുട്ടിക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ജാതകത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ കുട്ടിക്ക് എന്താണ് കൂടുതൽ താല്പര്യമുള്ളത് ആ വിഷയം പഠിപ്പിക്കുക. അല്ലാണ്ട് ഒരിക്കലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഒരു കോഴ്സും എടുക്കരുത്. അത് അവൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും ഈ വീട്ടിൻ്റെ ഉപകരണങ്ങളും. ഇപ്പോൾ AC ആവട്ടെ, അല്ലെങ്കിൽ ഫ്രിഡ്ജാവട്ടെ, മിക്സി ആവട്ടെ, അങ്ങനെയുള്ള ആ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങുവാൻ ഈ മാസം സാധിക്കും. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കാനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കാൻ സാധിക്കും. കുടുംബ സ്വത്ത് ഭാഗം വച്ചിട്ട് അതിൽ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് വീടായിട്ടോ വസ്തുവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലാരെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ എടുത്തിട്ട് അതിൻ്റെ പണമായിട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാടക വീട് അന്വേഷിക്കുന്നവർക്കും നല്ല സ്ഥലത്തേക്ക് വാടക വീട് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റു
ഉദ്യോഗസ്ഥർക്ക് ലീവ് എടുക്കുന്നത് കൊണ്ടോ മേലുദ്യോഗസ്ഥർക്ക് ലീവ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടോ നിങ്ങൾക്ക് അധിക ചുമതല കൂടി വഹിക്കേണ്ടതായിട്ട് വരാം. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കൂടുതൽ ജോലിഭാരം ഉണ്ടാകുന്ന ഒരു മാസമാണ്. അതിനുള്ളൊരു സമയമാണ് ഈ മാസം. ഈ മീനമാസത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും വളരെയധികം വർക്ക് ലോഡ് വരുന്ന ഒരു മാസമാണ്. അതുപോലെ ഗ്രഹങ്ങളെല്ലാം മോശം രാശിയിൽ, ചില ഗ്രഹങ്ങളൊക്കെ മോശം രാശിയിൽ നിൽക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടാകാം. അതുപോലെ രാഷ്ട്രീയ പരമായ അധിക ഇടപെടലുകൾ മൂലം ഉദ്യോഗസ്ഥർക്ക് ചില പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിമോഷൻ അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കേണ്ട പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ലഭിക്കാം. അതുപോലെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ കണ്ണിലും ഉദരത്തിലൊക്കെ വ്യാധി വരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട്, അതായത് അതിൻ്റെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. മകം നക്ഷത്രമാണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് കുറച്ച് മോശമായ ഒരവസ്ഥ വന്നേക്കാം. എല്ലാവർക്കും അല്ല, ചിലർക്ക്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസുഖങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പണത്തിൻ്റെ കഷ്ടപ്പാട്, ദാരിദ്ര്യമായിരിക്കാം. അങ്ങനെ ഒരു മോശം അവസ്ഥയാണ് ഈ 2.5 വയസ്സ് വരെ പറയുന്നത്. 20 അതായത് 2.5 വയസ്സിന് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. തടസ്സം വരുമെന്ന് വിചാരിക്കും, ഇനി സ്കൂളിൽ പോകാൻ പറ്റൂലേ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിൽ തന്നെ വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു ആനുകൂല്യം, ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം അവിടെ ഉണ്ടാകും. അതുപോലെ 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് കുറച്ച് കുടുംബത്തിലും ഈ വ്യക്തിക്കൊക്കെ കുറച്ച് ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസം, അവിടെയും വിദ്യാഭ്യാസം തടസ്സപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ തടസ്സപ്പെടില്ല. അത് ഏത് രീതിയിലായിരുന്നാലും വിദ്യാഭ്യാസം ആ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് സഹായം ലഭിക്കുകയും വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിനും ഇവർക്ക് ഭാഗ്യമുണ്ട്. അവർ ഉന്നത വിദ്യാഭ്യാസം നല്ല ഗുണനിലവാരമുള്ള വിദ്യാകേന്ദ്രങ്ങളിൽ നിന്നവർക്ക് അത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിൽ ചെറിയ മുറിവ്, ചതവ്, ഒടിവെല്ലാം വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ചെറിയൊരു സർജറിയും വേണ്ടി വന്നേക്കാം. അതുപോലെ ബന്ധുജനങ്ങളുടെ വേർപാട്, നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളാരെങ്കിലും മരിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് വിവാഹം നടക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. സന്താന ഭാഗ്യവും ഉണ്ടാകാം. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രശ്നങ്ങളും തുടങ്ങുന്നതിനുള്ള ഒരു സമയമാണ്. അതായത് വിവാഹത്തിലെ ആയിട്ടുള്ള ദാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നാലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നാലും അത് തുടങ്ങുന്നതിനുള്ള ഒരു സമയമാണ്. എങ്കിലും കാര്യങ്ങളെല്ലാം മുടങ്ങാതെ നടന്നു കിട്ടും. അതുപോലെ പുനർവിവാഹത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ചെയ്യും. പുനർവിവാഹം ഒരുപക്ഷെ നടക്കാനും സാധ്യതയുണ്ട്. മറ്റേ വിവാഹം വേർപെടാനും സാധ്യതയുണ്ട്. അതിനുശേഷം പുനർവിവാഹം നടക്കാം. മനസ്സിനിണങ്ങിയ ഒരു ജോഡിയെ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. പുതിയ ഗ്രഹം വാങ്ങാനായി, വീട് വാങ്ങാനായിട്ട്, ഗൃഹം വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ചില വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. ചില മേജർ സർജറികളല്ല, ചെറിയ രീതിയിലുള്ള സർജറികൾ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ വയറ് സംബന്ധമായ, വയറിന് ചില അസുഖങ്ങളൊക്കെ ഉള്ളതായിട്ടാണ്, അത് സംബന്ധിച്ചുള്ള ഒരു സർജറിയാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഈ ജാതകത്തിൽ കാണുന്നത്. അതിൻ്റെ ഒരു സർജറി ആയിരിക്കാം കാണുന്നത്. എന്നിവയാണെങ്കിൽ തന്നെയും ഇവർക്ക് സാമ്പത്തികം ലഭിക്കാം. അതുപോലെ പുതിയ വീട്, വാഹനം വാങ്ങുന്നതിന് അവർക്ക് യോഗം കാണുന്നുണ്ട് ഈ സമയത്ത്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങൾ ഈ കാലയളവിൽ വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കാര്യം ബുദ്ധിമോശം കാണിക്കാൻ പാടില്ല, ചതുവ് പറ്റാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം വളരെ യുക്തിയും ബുദ്ധിയൊക്കെ ചേർക്കും വളരെ പരിചയസമ്പന്നരായും വിശ്വസിക്കാവുന്ന ഒരു ആൾക്കാരിൽ നിന്ന് വേണം ഇതിൻ്റെ ഉപദേശങ്ങളൊക്കെ ശരിക്കും തേടാനായിട്ട്. എന്നിട്ട് അവർ വളരെ ആലോചിച്ച് എടുക്കുക. അല്ല ചാടിക്കയറി ഒരു ബിസിനസ്, പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങരുത്. തുടങ്ങണം, നല്ലതാണ്. പക്ഷേ വളരെ ആലോചിക്കണം. ഈ കാലത്ത് ഈ ബിസിനസ് യോജിക്കുമോ എന്നൊക്കെ വളരെയധികം ചിന്തിച്ച് വേണം അത് തുടങ്ങാനായിട്ട്. വെപ്രാളം കാണിച്ച് നഷ്ടം വരുത്തരുത്.
61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം പണം ലഭിക്കേണ്ട ഒരു സമയമാണ്. ബിസിനസ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ ജോലിയിൽ നിന്നാകാം. വേണ്ടുവോളം ധനം അവർക്ക് ലഭിക്കാം. മനസ്സമാധാനങ്ങളും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കാം. ഇതൊക്കെ ആണെങ്കിൽ ഈ മകം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ 61 വയസ്സ് മുതൽ 71 വയസ്സ് വരെയാണ്. അവർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നാടിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അവർക്ക് പലതും സംഭാവന ചെയ്യാൻ സാധിക്കും. അതിനുള്ള അവാർഡുകൾ, അവർക്ക് പേറ്റൻറ്റുകളൊക്കെ ലഭിക്കും. അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് ധാരാളം ലഭിക്കുന്നതാണ്. അടുത്ത പൂര നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂര നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകളൊക്കെ നിങ്ങൾക്ക് കുടുംബത്തിൽ നടക്കാം. വിദ്യാഭ്യാസം അല്ലലും അലച്ചിലും ഒന്നും ഇല്ലാണ്ട് നടന്നു പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാഹനങ്ങളൊക്കെ കുടുംബത്തിലേക്ക് വാഹനം ലഭ്യമാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഈ സമയത്ത് ചിത്രരചന, മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പഠിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നു. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ധനനഷ്ടം കുടുംബത്തിലുണ്ടാകാം. അതുപോലെ ചെറിയ വാഹന അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് വളരെയധികം ശ്രദ്ധിച്ച് ഈ സമയത്ത് വാഹനങ്ങളൊക്കെ ഓടിക്കുക. അതുപോലെ വിദേശത്തോ അന്യ സംസ്ഥാനത്തേക്കോ പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതൊരു പക്ഷേ വിദ്യാഭ്യാസം സംബന്ധിച്ചാകാം അങ്ങോട്ടുള്ള പോക്ക്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. കാരണം നല്ല വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിച്ചു. അത് തുടർന്ന് നല്ല ജോലി ലഭിക്കുന്നു, ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ ആഗ്രഹിച്ച തൊഴിൽ ലഭ്യമാകാനും ഒക്കെ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നു. അടുത്ത് 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. അതായത് വിദഗ്ധ ചികിത്സയാണ് അവിടെ പറയുന്നത്. അപ്പം തീപ്പൊള്ളലും ഇലക്ട്രിക്കൽ ഷോക്കും ഒക്കെ, അല്ലെങ്കിൽ പിന്നെ ഇടിമിന്നലേറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു പൊള്ളലാണ്. അതുമൂലം ഉണ്ടാകുന്ന ഒരു സർജറിയാണ്. ഇനി പ്ലാസ്റ്റിക് സർജറിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു സൗന്ദര്യം നേരെയാക്കുന്നതിനുള്ളതൊക്കെ ആയിരിക്കാം നടക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാവർക്കും അല്ല, ചിലർക്കാണ് പറഞ്ഞത്. ചില പോലീസ് കേസുകൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം ഉണ്ടാകാം. ചെറിയ രീതിയിൽ ഒരു മരണഭയം ഉണ്ടാകാം. ജീവിതത്തോട് വെറുപ്പും നിരാശയൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അതായത് ഡിപ്രഷനൊക്കെ ഉണ്ടാകാം. ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ആലോചിക്കാതെ എടുത്തു ചാടി ബുദ്ധിശൂന്യതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അവർ അനുഭവിച്ച ഒരു മാനസിക പിരിമുറുക്കം, അല്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത്, കഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത്, അതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിക്കൊണ്ട് അവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഭാഗ്യദേവത കനിഞ്ഞരുളുന്ന ഒരു സമയമാണിത്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. കാരണം ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു അപവാദം കേൾക്കേണ്ടതായിട്ട് വരാം. ആരും സഹായിക്കാനില്ലല്ലോ എന്നൊരു അവസ്ഥ വരാം. പക്ഷേ പേടിക്കേണ്ട, സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. ഈ സമയം വിദേശവാസവും കൂടി കാണുന്നുണ്ട്. അത് മക്കളാരെങ്കിലും ഇനി ഏകാന്തതയിൽ കഴിയണ്ടെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതും ആകാം. അടുത്ത് ഉത്രം നക്ഷത്രക്കാർക്കുള്ള കാര്യമാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം, വസ്തുവകകൾ എന്നിവ വരുന്നതിനുള്ള ഒരു സമയമാണ്. അതായത് കുടുംബ വസ്തുക്കൾ ഭാഗം വെച്ചിട്ട്, പിതൃസ്വത്തുക്കൾ ഭാഗം വെച്ച് അതിലൊരു വിഹിതമോ വസ്തുവായിട്ടോ പണമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം. അങ്ങനെ ഒരു നല്ലൊരു സമയമാണ്. പിന്നെ ചെറിയ അസുഖങ്ങളുണ്ടാകും. അലർജി മൂലമുള്ള അസുഖങ്ങൾ, ആസ്മ, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ അവർക്ക് ഉണ്ടാകാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ഈ സമയം പോലീസ് പരാതികളൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണുന്നുണ്ട്. അതായത് ബുദ്ധിശക്തി, യുക്തിയും എല്ലാം കൂടി ചേർത്ത് വളരെയധികം ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനങ്ങളാണെങ്കിൽ നഷ്ടം വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇവരുടെ ഉന്നത വിദ്യാഭ്യാസം ഒരിക്കലും അവർക്ക് മുടങ്ങില്ല. അവർക്ക് നല്ല രീതിയിൽ ഉള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു തൊഴിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യും. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകളും
ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടും. വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ബുദ്ധിക്ക് സ്ഥിരത വരുന്നു. കാരണം ഏത് കാര്യവും ചിന്തിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ അതിന് നല്ലതോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാനും അത് നടത്തണമോ നടത്തേണ്ടയോ വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനൊരു കഴിവ് ദൈവം ഈ സമയം തരുന്നുണ്ട്. ഭാഗ്യം കിട്ടുന്നുണ്ട്. നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കുക. കാരണം ഈ സമയം അസൂയ നിറഞ്ഞ ആൾക്കാർ, അത് ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ മറ്റുള്ളവരാവട്ടെ, അവർ നിങ്ങളുടെ പേരിൽ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾപ്പിക്കും. അങ്ങനെ അതിൽ നിങ്ങൾ കുറച്ച് മാനഹാനി പോലെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ അത്തരം ഒരു നടപടികളിൽ നിങ്ങൾ പങ്കാളിയാകാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ഇണയുടെ വേർപാട്, അതും ഒരു ദുഃഖമുണ്ടാക്കാം. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ, അത് വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതിനൊക്കെ തക്കതായ ചികിത്സ ലഭിക്കും. അതുപോലെ ധനവും മറ്റുള്ള ധാന്യങ്ങൾ ഐശ്വര്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതിന് വയറിൻ്റെ കാര്യത്തിൽ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം അതിസാരം അങ്ങനെയൊക്കെയുള്ള ദഹനക്കേടൊക്കെ വന്ന് ആശുപത്രിയിലാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജാപരമായോ ഒക്കെ ഉള്ള നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മീനമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.